കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കിസാൻ മേളയും ആത്മ കിസാൻ ഗോഷ്ഠിയും സംഘടിപ്പിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം ചെയ്തു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനവും കാർഷിക മേഖലയിലെ യന്ത്രങ്ങളുടെ പ്രദർശനവും സർക്കാർ സ്വകാര്യ സംരംഭകരുടെ സ്റ്റാളുകളും കിസാൻ മേളയുടെ ഭാഗമായി. കർഷക ശാസ്ത്രജ്ഞ സംവാദവും സെമിനാറും ഇതോടനുബന്ധിച്ച് നടന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി വടക്കേക്കര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കിസാൻ മേളയും ആത്മ കിസാൻ ഗോഷ്ഠിയും സംഘടിപ്പിച്ചു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനം, കാർഷിക മേഖലയിലെ യന്ത്രങ്ങളുടെ പ്രദർശനം, വിവിധ സർക്കാർ സ്വകാര്യ സംരംഭകരുടെ സ്റ്റാളുകൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖലക്കകത്ത് മാറ്റിവെച്ചിരുന്ന പണം എന്ന് പറയുന്നത് ഞങ്ങൾ പൊക്കാളിക്ക് മാത്രമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ADMR മുൻകാലങ്ങളിൽ ADMRോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ വെച്ചിരുന്ന കർഷകർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന പണം എന്ന് പറയുന്നത് പൊക്കാളിക്കായിരുന്നു. പൊക്കാളിക്ക് നമ്മുടെ പഞ്ചായത്ത് ചിറ്റാറ്റുകര പഞ്ചായത്തും അതോടൊപ്പം തന്നെ കോട്ടുപള്ളി പഞ്ചായത്തും ഏഴിക്കര പഞ്ചായത്തും ഈ 3 പഞ്ചായത്തുകളിലും നമുക്ക് അനുഗ്രഹീതമായി കിട്ടിയിട്ടുള്ള ഒരു വിളയാണ്. അത് തീരദേശ മേഖലയിൽ മാത്രം കാണുന്നൊരു വിളയാണ്. പൊക്കത്തിലാളുന്നവൻ പൊക്കാളി. അതിൻ്റെ ഗുണങ്ങളെ തേടി ലോകരാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് പറവൂർ ബ്ലോക്ക് ഒരു തീരദേശ പഞ്ചായത്തുകളാണ് കൂടുതലും ഉള്ളത്. തീരപ്രദേശങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഇടങ്ങളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ പോലും നമ്മുടെ കാർഷിക മേഖലയെ ഏതെല്ലാം രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മ PD സഞ്ജു സൂസൻ മാത്യു കിസാൻ ഗോഷ്ഠിയും NWD PRADD ഗീതാ ചന്ദ്രൻ കിസാൻ മേളയും വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AS അനിൽകുമാർ, ഷാരോൺ പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർമാരായ സജന സൈമൺ, നിത സ്റ്റാലിൻ, മണി ടീച്ചർ, ആന്റണി കോട്ടയ്ക്കൽ, ജെൻസി തോമസ്, CM രാജഗോപാൽ, AK മുരളീധരൻ, ചിറ്റാറ്റുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP അരുഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA താജുദ്ദീൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബി സാജു, 13ാം വാർഡ് മെമ്പർ ഗിരിജ അജിത് കുമാർ, 31 പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റഷീദ് PA, നോർത്ത് പറവൂർ ADA ജിത ജലീൽ, കൃഷി ഓഫീസർ സജീറ C ചാത്തോത്ത് എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത കർഷക ശാസ്ത്ര സംവാദവും തുടർന്ന് സെമിനാറും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ പറവൂർ. പറവൂരിലെ ഏക TVSന്റെ ഓതറൈസ്ഡ് ഷോറൂം ആൻഡ് സർവീസ് സെന്റർ നോർത്ത് പറവൂർ പള്ളിത്താഴത്ത്. നിങ്ങളുടെ ഇഷ്ടവണ്ടികൾ ഇനി 0 ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം. മെഗാ ബമ്പർ പ്രൈസുകൾക്ക് പുറമെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ബോണസും.